ഹലോ, അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സൂപ്പർ മത്തിപ്പീരിയാണേ. അപ്പം നാട്ടിൽ ഉണ്ടാക്കി കണ്ടിട്ടുള്ള അതല്ലാതെ ഞാനിത് ചെയ്ത് നോക്കിയിട്ടില്ല. ഇത് ഉണ്ടാക്കാൻ ഞാൻ സോഷ്യൽ മീഡിയ ഒന്നും നോക്കിയിട്ടില്ല കേട്ടോ. എൻ്റെ ഒരു ഓർമ്മയിൽ ഞാൻ ഉണ്ടാക്കുകയാണ്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ ഈ അരച്ചെടുത്ത ചേരുവ ഞാൻ മാറ്റിയതിന് ശേഷം പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് മത്തി ഞാൻ ഓൾറെഡി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ച മത്തിയാണ്. അപ്പോൾ അതിനെ 2 കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് മുളകും ഈ അരച്ച ചേരുവയും കൂട്ടിയിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ മത്തി ഇങ്ങനെ മുറിക്കാതെ നമുക്ക് ആവി കയറ്റിയിട്ട് ഫ്ലഷ് മാത്രമായിട്ട് എടുക്കാം കേട്ടോ, മുള്ളില്ലാതെ. അപ്പോൾ മക്കൾക്കൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഈസിയാവും. പക്ഷേ എൻ്റെ മോള് കഴിക്കില്ല. അതുകൊണ്ട് എൻ്റെ എളുപ്പത്തിന് വേണ്ടി ഞാൻ ഈ മത്തി 2 കഷ്ണങ്ങളായിട്ട് മുറിച്ചെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ആ തേങ്ങ മിക്സ് എല്ലാം കൂടി ഒരു ഫ്രൈയിങ് പാനിലിട്ട് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം പുളി ഒഴിച്ചു. ഞാൻ ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം, ഹൈ ഫ്ലെയിമിൽ കുറച്ച് നേരമായി അടച്ച് വെച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. കാര്യം ഇത് മത്തിയും തേങ്ങയും അല്ലേ. അപ്പോൾ ഇതിന് വേണ്ടി ഫൈനൽ ടച്ചിന് നമുക്ക് കറിവേപ്പില യൂസ് ചെയ്യും. പക്ഷേ കറിവേപ്പില ഞാൻ അധികം വാങ്ങിക്കാറില്ല. അപ്പോൾ എന്തൊക്കെ തന്നെ ആയാലും ഓർത്തെടുത്തുണ്ടാക്കിയ ഈ മത്തിപ്പീര അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളും ഇതുപോലെ സോഷ്യൽ മീഡിയാസ് ഒന്നും യൂസ് ചെയ്യാതെ നമ്മുടെ അമ്മമാരൊക്കെ പറഞ്ഞു തന്നെ ഏതെങ്കിലും ഒരു കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഓർത്തെടുത്ത് ട്രൈ ചെയ്ത് നോക്കണം. ആരുടെ ഹെൽപ്പ് ചോദിക്കാനും പാടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ബൈ.